നീറ്റ് 2024 കൗൺസിലിംഗ് സമയത്ത് നിങ്ങൾ എന്തെല്ലാം രേഖകളാണ് അവിടെ ഹാജരാക്കേണ്ടത്, അത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ഒരു സമയം ഇപ്പോൾ തന്നെയാണ്. പല കുട്ടികളും അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ആ സമയത്ത് ഓടിപ്പാഞ്ഞ് കാര്യങ്ങൾ റെഡിയാക്കുമ്പോൾ ഇതിൽ പല ഡോക്യുമെൻറ്റ്സുകൾ മിസ്സിംഗ് ഉണ്ടാവും. ആ കറക്റ്റ് സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരും. കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കൂടാതെ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതുണ്ട്. എന്തെല്ലാം രേഖകളാണ് നിങ്ങൾക്ക് ഇതിന് ആവശ്യമായിട്ട് വരിക എന്നുള്ളതാണ്. ഒന്ന് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡാണ്. ആ അഡ്മിറ്റ് കാർഡ് നല്ലൊരു കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കളർ പിക്ചർ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിൻ്റ് എടുത്ത് വെക്കുക എന്നുള്ളത് ശ്രദ്ധിക്കുക. നീറ്റിൻ്റെ ഈ 2024 അഡ്മിറ്റ് കാർഡ്. 2 സ്കോർ പബ്ലിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്കോർ കാർഡ് വേണം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന ഒരു രേഖ, നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ SSLC ബുക്ക് ആവാം. ഇത് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മറ്റൊന്ന് നിങ്ങളുടെ കോൾ ലെറ്ററാണ്. അതായത് നിങ്ങൾക്ക് ആ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു എന്ന് പറയുന്ന കോൾ ലെറ്ററാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട മറ്റൊരു കാര്യം. മറ്റൊന്ന് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. SC ST അല്ലെങ്കിൽ OBC എന്നൊക്കെ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അവിടെ കാസ്റ്റ് അല്ലെങ്കിൽ നോൺ ക്രിമിനലൊക്കെ പോലുള്ള സർട്ടിഫിക്കറ്റുകൾ. ഇത് നീറ്റിന് വേണ്ടിയിട്ടാകുമ്പോൾ നിങ്ങൾ കേരളത്തിലല്ല കേന്ദ്രത്തിലേക്ക് വേണ്ടിയിട്ടാകുമ്പം തഹസിൽദാറാണ് അതിലെന്ത് ചെയ്യേണ്ടത്, സൈൻ ചെയ്യേണ്ടത്. നമ്മൾ ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് മറ്റൊന്ന് ആ സമയത്ത് നമ്മൾ റെഡിയാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ നിങ്ങളുടെ ക്ലാസ് 10th SSLC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. 12th സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. നിങ്ങളുടെ അഡ്രസ്സ് തെളിയിക്കുന്ന ആധാർ കാർഡ് പോലുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും. പിന്നെ നമ്മുടെ TC, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്, ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലുള്ള സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ റെഡിയാക്കി വെക്കുക. പിന്നെ മറ്റൊന്ന് വേണ്ടതാണ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ റീസെൻ്റായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ കൊടുത്തിരിക്കുന്ന പാസ്പോർട്ട് ഫോട്ടോയുടെ 8 കോപ്പികളും തയ്യാറാക്കി വെക്കുക. ഇത്തരം ഡോക്യുമെൻറ്റ്സുകൾ തയ്യാറാക്കി വെക്കാൻ മറക്കണ്ട. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുകൾ, അല്ലെങ്കിൽ മറ്റ് കരിയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും ഞങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.